അസ്സലാമുഅലൈക്കും. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഞാനും ഇവിടെ സുഖമായിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? റമദാനൊക്കെ പകുതിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എല്ലാവരും ഉഷാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ റമദാൻ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ. നോമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിന് മുന്നേ പകുതി ആയിട്ടുണ്ട്. പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഉച്ച നേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു നേരമാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹോപ്സും ഇതൊക്കെ ഞാൻ ബർണേഴ്സൊക്കെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് കുക്കിംഗ് ചെയ്യാൻ ടൈം ആയപ്പോഴേക്കും ഫുൾ ഇതിപ്പോൾ മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഹെയർ ഡ്രയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് വയ്ക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇപ്പോൾ 2 ദിവസം കൊണ്ട് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ വെയിലൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് ചെയ്യാനുള്ള ടൈം ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഉണങ്ങാതിരുന്ന് നമുക്ക് ഫ്ലെയിം ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ജസ്റ്റ് കുക്കിങ്ങിലോട്ടൊക്കെ പോകണം. ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് തീർത്ത് വെക്കണം. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് കുറച്ച് റഷാവും. അപ്പോൾ അത്താഴത്തിനും രാത്രിയത്തേക്ക് വേണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മീൻ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നൊത്തൂലിയാണെന്ന് കറി വന്നിട്ട് അപ്പോൾ നൊത്തൂലി അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അത്താഴത്തിനും കൂടി എടുക്കുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് രാത്രി അടുത്ത ദിവസം രാത്രി വെളുപ്പിൽ വരെ ഇരിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് ചീത്തയാകാതിരിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ടൈം കുറച്ച് താമസിച്ച് കൂട്ടാനൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. നമ്മൾ നൊത്തൂലി അവിയൽ ഇതുപോലെ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ പച്ചമാങ്ങ ഒരു ചെറിയൊരു തിള വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റും നല്ല മണമൊക്കെ ആയിരിക്കും. അപ്പോൾ കറി അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ മരിച്ചീനി വേകാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചീനി ഇതുപോലെ നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചീനി വെച്ചിരിക്കുന്നത്. ഏകദേശം കറി വേകാറായി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് താളിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിയലൊക്കെ ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അവിയൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. വൈകുന്നേരത്തേക്ക് നമുക്ക് എഗ്ഗ് കൊണ്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഞാനൊരു 4 എണ്ണം പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് മുട്ട പുഴുങ്ങുമ്പോൾ ഇടുക കേട്ടോ. അപ്പോൾ മുട്ടയുടെ തോട് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മരിച്ചിനിയിൽ നമ്മൾ അതിൻ്റെ ഉള്ള അരപ്പും കാര്യങ്ങളൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് മുമ്പ് ഫുഡും പരിപാടി കറിയും കപ്പയും മുട്ട പുഴുങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത് നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറയ്ക്കുള്ള ഐറ്റംസൊക്കെ നോക്കാം. അതിൻ്റെ സ്നാക്സും പരിപാടിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഇവിടെ ഒരാളുണ്ട്. കിട്ടുപൂച്ചയാണ് നമ്മുടെ വീട്ടിലത്. കിട്ടുപൂച്ച ആൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പറേഷനിൽ കിച്ചണിൽ കയറുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് ടൈമിൽ ആളവിടെ വന്നിരുന്നോളും. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ കുറേ ഐറ്റംസൊക്കെ നമ്മൾ വെച്ചേക്കുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇന്ന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് പുറത്ത് വയ്ക്കാം. നമ്മളിന്ന് സമൂസ ലീഫിലായിട്ട് തന്നെ ഒരു അടിപൊളി മുട്ട പപ്സാണ് ഉണ്ടാക്കുന്നത്. മുട്ട പപ്സ് നമ്മൾ ഒരുപാട് ഓയിലും കാര്യങ്ങളും ഒട്ടും തന്നെ ഇല്ലാതെയാണ് നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒട്ടും തന്നെ ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സവാള ഇതുപോലെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറിയ പച്ചമുളകാണെങ്കിലും ഒന്ന് മതിയാവും. അപ്പോൾ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്ത് വയ്ക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിലായിട്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടി കൊടുക്കുക.
എന്നിട്ട് അതിലോട്ട് നമുക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലൈസ് ഇത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കുഴഞ്ഞു വരുന്ന ഒരു പരുവാവില്ലേ, ആ ഒരു ടൈം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില വേണം. അപ്പോൾ നമുക്ക് മല്ലിയില വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ മല്ലിയില കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു മണമൊക്കെ നമുക്ക് ഉണ്ടാവും ഫുഡിന്. അപ്പോൾ മല്ലിയില നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. സവാള ഏകദേശം നല്ല കുഴഞ്ഞ് വഴണ്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിലാവുമ്പോഴേക്കും നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അല്പം ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഹംനക്കുട്ടി കൂടി വന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറമൊക്കെ കഴുകിയിട്ട് ഡ്രസ്സ് ഇട്ട് തരാൻ വേണ്ടിയിട്ട് ആൾ വന്ന് നിൽക്കുന്നതാണ്. തല കെട്ടി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യങ്ങളായിട്ട് ആളിങ്ങനെ കിച്ചണിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മിൻഹക്കുട്ടി കുറേ കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യും, പക്ഷേ ഇവൾ തീരെ കുഞ്ഞല്ലേ. അപ്പോൾ കുറച്ച് കാര്യമൊക്കെ വന്ന് ഇതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ വന്ന ഉടനെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്പം നമ്മൾ മൈദാമാവ് ഇതുപോലെ വെള്ളത്തിൽ കലക്കി മാറ്റുന്നുണ്ട് ഒരു ബൗളിൽ. നമ്മുടെ സമൂസ ലീഫൊക്കെ ഒന്ന് വെളിയിലെടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് വെളിയിലെടുത്ത് വെക്കുക കേട്ടോ, ഫ്രീസ് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയത് തൊലിയൊക്കെ പൊളിച്ച് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് കീറി, ഉടഞ്ഞു പോകാത്ത രീതിയിൽ രണ്ടായിട്ട് കീറി ഇതുപോലെ മുറിച്ച് വയ്ക്കാം. ഇപ്പോൾ എല്ലാ ദിവസവും ചിക്കനും അങ്ങനെ നമുക്ക് മീറ്റ് കാണണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എഗ്ഗ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാലക്കൂട്ട് ഒരു ചെറിയൊരു സ്പൂൺ അളവിൽ ഇതുപോലെ എടുത്ത് നമ്മൾ ക്രോസ് ചെയ്ത് നമ്മുടെ സമൂസ ലീഫ് വെച്ചതിന് ശേഷം ഒരു മുട്ടയുടെ പകുതി എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ലീഫ് ഇതുപോലെ മടക്കുന്ന ടൈമിൽ അല്പം ഒരു മൈദയുടെ മിക്സ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ, ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഇതുപോലെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുട്ട പപ്സിൻ്റെ ആ ഒരു ഫില്ലിങ്സും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ലീഫും നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗിൻ്റെ മസാലയൊക്കെ തന്നെ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പെട്ടെന്ന് ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മടക്കി ക്രോസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എല്ലാം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിൽ. അപ്പോൾ നമുക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കാം. ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ വളരെ കുറച്ചാണ് വേണ്ടത്. നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ടിഷ്യൂ ഇട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതുപോലെ നമ്മളെടുത്ത് ഫുള്ളായിട്ട് മുക്കി പൊരിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നമുക്കെടുത്ത് വെച്ച് കൊടുക്കാം. ഒരുപാട് തിക്കി നിറച്ച് വെക്കേണ്ട. അപ്പോൾ നമ്മുടെ ഒരു പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല കാക്കത്ത് നല്ല സ്മൂത്തും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു സ്നാക്സ് വന്നിട്ട്. നമ്മൾ ഒരുപാട് ഓയിലൊക്കെ കഴിക്കാൻ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ ചെറിയ ഓയിലിൽ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ മൊരിയിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളിനിയപ്പോൾ എന്തായാലും നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ
പെട്ടെന്ന് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വാട്ടർ മെലോൺ ഇതുപോലെ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡ് വാട്ടർ മെലോൺ എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും എന്തായാലും കുഴപ്പമില്ല, നമ്മൾ റെഡിനേക്കാളും നല്ല മധുരം ഉണ്ടായിരുന്നു യെല്ലോ വാട്ടർ മെലോൺ വന്നിട്ട്. അപ്പോൾ ഞാൻ വാട്ടർ മെലോൺ നമ്മുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരുപാട് കട്ട് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ചിലവാകില്ല, കുട്ടികളല്ലേ ഉള്ളൂ, കുട്ടികളും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു ബൗളിലോട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് മാറ്റാം. മാറ്റിയതിന് ശേഷം നമ്മളിതിൽ മെയിനായിട്ട് നമ്മളെന്താണ് ഇതിൽ സ്പെഷ്യൽ ഐറ്റമായിട്ട് ചേർക്കുന്നത് ഈ ഒരു ജെല്ലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജെല്ലി പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ജെല്ലീസിൻ്റെ മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജെല്ലി മേടിച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടീസിന് മേടിച്ചപ്പോൾ കുറച്ച് അധികമായിട്ട് മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ജെല്ലി നമുക്ക് 5 രൂപയാണ് ഒന്നിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഇതും അതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഏത് ഫ്ലേവർ ഉള്ളത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് മാംഗോയുടെ ഫ്ലേവറാണ്. അപ്പോൾ ആ ഒരു ജെല്ലി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതും കൂടി ആ ഒരു മിക്സിലോട്ട് തട്ടി കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കസ്കസയാണ്, പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് നമ്മൾ റോസ് മിക്സിൻ്റെ ആണ്. റോസ് മിക്സ് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് അല്പം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അല്പം ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വയറും നിറയും, നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണവും മാറും, ഹെൽത്തിയും ആണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിൻഹക്കുട്ടിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ടേബിളിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മിക്സ് വന്നിട്ട് പെട്ടെന്ന് മൈൻഡിൽ തോന്നിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജെല്ലി വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ടൈം അധികം എടുക്കുമല്ലോ, നമ്മൾ വെള്ളം തിളപ്പിച്ച് ജലാൻറ്റിയിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ജെല്ലി നമ്മൾ കുട്ടിക്ക് മേടിച്ചപ്പോൾ ജസ്റ്റ് നമ്മളിതിൽ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ ഈ ഒരു ജെല്ലി കൂടി വരുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ സലാഡ് നമ്മൾ ഒരു കപ്പിലോട്ട് മാറ്റി സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ എല്ലാ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും കുറച്ച് സമാധാനം ഉണ്ട്. ഒരു 5 മിനിറ്റ് ചിലപ്പോൾ കിട്ടാറില്ല ടേബിളിൽ ഇരിക്കാൻ, അപ്പോഴേക്കും ബാങ്ക് വിളിക്കും നമ്മളിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ വീഡിയോ കൂടെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുമല്ലോ, അറിയാമല്ലോ. അപ്പോൾ നോമ്പ് തുറയ്ക്ക് ടൈമായി. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തെല്ലാം മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും എല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും നോമ്പൊക്കെ തുറക്കുക. എല്ലാവരും റമദാനൊക്കെ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണെന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ, അസ്സലാമു അലൈക്കും.